ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂണിട്രിക്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടോയെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ കണ്ടു നോക്കുക. നമ്മൾ ഇതുവരെയായിട്ടും 10 എംബ്രോയ്ഡറി സ്റ്റിച്ചുകളാണ് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ 11ാമത്തെ സ്റ്റിച്ചായിട്ട് പഠിക്കാൻ പോകുന്നത് കൗച്ചിങ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ച പോലെ തന്നെ ഇതും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ച് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഡിസൈൻ പകർത്തിയിട്ടാണ് ഓരോ വർക്കുകളും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഡിസൈൻ പകർത്താൻ പറ്റാത്ത തുണികളിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സാറ്റിൻ, സിൽക്ക്, അതുപോലുള്ള സ്ലിപ്പറി ഫാബ്രിക്സും അതുപോലെ നെറ്റ് ക്ലോത്ത് ഇതുപോലുള്ള തുണികളിലൊക്കെ ചില സമയത്ത് നമുക്ക് ഡിസൈൻ പകർത്താൻ പറ്റാതെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ത്രെഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 ഇഴയിൽ ഒരു മെയിൻ ത്രെഡും അതുപോലെ തന്നെ 3 ഇഴയിൽ ഒരു സ്റ്റിച്ചിങ് ത്രെഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു 2 കളർ ത്രെഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് കോൺട്രാസ്റ്റ് കളേഴ്സായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഒരു ലൈൻ കൊടുത്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു നമുക്ക് 6 ഇഴയിൽ ഒരു മെയിൻ ത്രെഡ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ സൂചിയിലേക്ക് 6 ഇഴയിൽ ഞാൻ ഈ ഒരു യെല്ലോ കളർ ത്രെഡ് ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരെൻഡിലേക്ക് കെട്ടിട്ടെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു 6 ഇഴയിലുള്ള ഈ ഒരു മെയിൻ ത്രെഡിനെ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതായത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻഡിങ് പോയിന്റിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു സൂചിനെ കുത്തിയിറക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ഒരു മെയിൻ ത്രെഡിൽ നിന്നും 6 ഇഴയിലുള്ള ആ ഒരു ത്രെഡിൽ നിന്നും നമ്മൾ ഈ ഒരു സൂചിനെ ഒന്ന് ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൂചി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു നീഡിൽ വെച്ച് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മെയിൻ ത്രെഡ് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മെയിൻ ത്രെഡിനെ നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡ് വെച്ചിട്ട് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, കെട്ടിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ത്രെഡായിട്ട് വേണ്ടത് 3 ഇഴ നൂലാണ്. അപ്പോൾ ആ 3 ഇഴ നൂലിനെ നമ്മൾ സൂചിയിലേക്ക് ഒന്ന് കോർത്തെടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡിലേക്ക് കെട്ടിട്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മെയിൻ ത്രെഡായിട്ട് യെല്ലോ കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ത്രെഡായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു മെയിൻ ത്രെഡിനെ നമ്മുടെ ഈ ഒരു 3 ഇഴ നൂല് വെച്ചിട്ട് കൗച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു മെയിൻ ത്രെഡ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്നും കുത്തിയെടുത്ത് എൻഡ് പോയിന്റിലേക്ക് കുത്തി ഇറക്കിയിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് കെട്ടൊന്നും കൊടുത്തിട്ടില്ല, അത് നമ്മൾ ലാസ്റ്റാണ് കൊടുക്കുന്നത്. ഇനി ഇത്രയും ഒന്ന് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് ത്രെഡിനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരു നിശ്ചിത അകലം വിട്ടിട്ട് നമ്മളവിടെ ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ, ആ ഒരു ലൈനിനോട് ചേർന്ന് തന്നെ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു 6 ഇഴ നൂലിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. ഈ കാണുന്ന രീതിയിൽ ഒരു കെട്ടിട്ട് സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുകയാണ്. അപ്പോൾ ഞാനിത് പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുമ്പോൾ നമ്മുടെ ഒരു 6 ഇഴ നൂലിൻ്റെ ആ ഒരു വണ്ണത്തിൽ മാത്രം സൂചി അടിയിലേക്ക് കുത്തി ഇറക്കിയാൽ മതിയാകും. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ 6 ഇഴ നൂലിനെ ഒരു തവണ ഒന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൗച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് തന്നെ വീണ്ടും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള അതേ ഒരു പോയിന്റിലേക്കല്ല, അതിനോട് ചേർന്നാണ് വീണ്ടും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഈ ഒരു 6 ഇഴ നൂലിൻ്റെ അതേ വണ്ണത്തിന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കെട്ടിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കൗച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ഈ ഒരു 6 ഇഴ നൂലിനെ കൗച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള അതേ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ ഈ ഒരു 6 ഇഴ നൂലിൻ്റെ അതേ വണ്ണത്തിൽ കൗച്ച് ചെയ്യണം. അതായത് നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കുന്ന ആ ഒരു സെയിം പോയിന്റിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ സൂചി വീണ്ടും അടിയിലേക്ക് കുത്തിയിറക്കുന്നത്. കാരണം നമ്മുടെ ഈ ഒരു 6 ഇഴ നൂലെന്ന് പറയുമ്പോൾ അത്രയും ഒരു വണ്ണം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഞാനത് പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കൗച്ച് ചെയ്തെടുക്കുകയാണ്. 2 പ്രാവശ്യം നമ്മൾ കൗച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്ത സമയത്ത് നമ്മുടെ ഈ ഒരു യെല്ലോ കളർ ത്രെഡ് 6 ഇഴയിലുള്ള ത്രെഡ് ഇവിടെ ഒന്ന് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ലാസ്റ്റ് വരെയും ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കൗച്ച് ചെയ്യുന്നത് കെട്ടിട്ട് കൊടുക്കുന്നത് ഒരേ ഡിസ്റ്റൻസിൽ തന്നെ കെട്ടിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. 2 തവണ നിങ്ങൾ മസ്റ്റായിട്ടും കൗച്ച് ചെയ്ത് പോവുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൗച്ചിങ് ചെയ്യുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ഒരുപാട് അടുപ്പിച്ച് ചെയ്യാതിരിക്കാനും കൂടി ശ്രമിക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞുവല്ലോ, നമ്മൾ ഒരേ ഡിസ്റ്റൻസിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ നമ്മൾ മോട്ടീവിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ കോർണർ പോലുള്ള ഭാഗങ്ങൾ വരുന്ന ഡിസൈൻസൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോർണർ പോലുള്ള ഭാഗങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നോക്കാതെ തന്നെ കവർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്ന മാത്രം കണ്ടിട്ട് പോകരുത്, നമ്മുടെ മോട്ടീവിലേക്കും കൂടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ഭംഗിയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, എല്ലാ വർക്കുകളും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 4 സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു A4 ഷീറ്റ് വാങ്ങിയിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയുന്നുണ്ടാവും നിങ്ങൾ എത്ര സമയം ഇരുന്നാൽ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആ ഒരു വർക്കുകൾ അത് നിങ്ങൾ ആ ഒരു A4 ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 80 പേജിൻ്റെ ഒരു പോക്കറ്റ് ഫയൽ വാങ്ങിക്കുക. ആ ഒരു പോക്കറ്റ് ഫയൽ വാങ്ങിയ ശേഷം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ഓരോ വർക്കുകളും A4 ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഡിസൈൻസും നിങ്ങൾക്ക് അതിൻ്റെ ഓരോ പോക്കറ്റിലായിട്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ അത് വെച്ച് പോവുക. അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിയുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലൊരു ആൽബം സെറ്റാകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ വർക്കുകൾ ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു കാര്യം ചെയ്തു പോവുക. A4 ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് ഫയലിലേക്ക് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ലാസ്റ്റ് വരെയും നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ യെല്ലോ കളർ ത്രെഡ് ലൂസായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡിനെ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് അതൊന്ന് കറക്റ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ അടിവശം എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ ഒരു 6 ഇഴ നൂലിനെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു 3 ഇഴ നൂലിനെയും കെട്ടിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. സ്റ്റിച്ച് ബോർഡിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്ക് പാർട്ട് എടുക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ ഒരു 6 ഇഴ നൂല് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലും എൻഡിങ് പോയിൻറ്റിലും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 3 ഇഴ നൂലാണ് കൂടുതലായിട്ട് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 11ാമത്തെ സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് കൗച്ചിങ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്ലിപ്പറി ഫാബ്രിക്സ്, അതായത് സിൽക്ക്, സാറ്റിൻ, പോളിസ്റ്റർ അതുപോലുള്ള സ്ലിപ്പറി ഫാബ്രിക്സ്, നെറ്റ് ക്ലോത്ത് തുടങ്ങിയ ഡിസൈൻ പകർത്താൻ കഴിയാത്ത തുണികൾ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രധാനമായിട്ടും കൗച്ചിങ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ഇതും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ്. 6 ഇഴയിൽ ഒരു മെയിൻ ത്രെഡും 3 ഇഴയിൽ ഒരു സ്റ്റിച്ചിങ് ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ത്രെഡുകൾ എടുക്കുമ്പോൾ കോൺട്രാസ്റ്റ് കളേഴ്സായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ കൗച്ച് ചെയ്യുന്ന സമയത്ത് സെയിം ഡിസ്റ്റൻസിൽ തന്നെ കൗച്ച് ചെയ്യാൻ ശ്രമിക്കണം. 6 ഇഴ നൂലിൻ്റെ അതേ വണ്ണത്തിൽ കൗച്ച് ചെയ്യാൻ ശ്രമിക്കണം. ഒരുപാട് അടുപ്പിച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മോട്ടീവിലേക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കോർണർ പോലുള്ള ഭാഗങ്ങളൊക്കെ തന്നെയും വരുന്നുണ്ടാവും. അപ്പോൾ അതുപോലുള്ള കോർണർ വന്നാൽ ഡിസ്റ്റൻസ് നോക്കാതെ തന്നെ നമുക്ക് കൗച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കാം. അപ്പോൾ ആദ്യം 6 ഇഴയിലുള്ള നൂല് നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ സൂചി കുത്തിയെടുത്ത് എൻഡിങ്ങിലേക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 3 ഇഴയിൽ കോൺട്രാസ്റ്റ് കളർ എടുത്ത ശേഷം ആദ്യം ഒരു പ്രാവശ്യം കൗച്ച് ചെയ്യുന്നുണ്ട്. അതിനോടടുത്ത് തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കൗച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു 6 ഇഴ നൂലിൻ്റെ അതേ വണ്ണത്തിൽ കൗച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും 2 പ്രാവശ്യം വീതം കൗച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടീവിലേക്ക് എങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടീവിലേക്ക് ഒരു ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം റിങ്ങിലേക്ക് ഫിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ത്രെഡ് എടുത്തിരിക്കുന്നത് വയലറ്റ് കളറാണ്. മെയിൻ ത്രെഡ് നമ്മൾ 6 ഇഴയിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്.
അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ലൈൻ എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ ഈ ഒരു സൂചിനെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കുത്തിയിറക്കാം. അതിപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ ഒരു 6 ഇഴ നൂലിനെ മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ തന്നെ ഇട്ടിരുന്നാലും മതിയാകും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ഈ ഒരു ലൈൻ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ എൻഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് തന്നെ സൂചിനെ ഇറക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കുള്ള ആ ഒരു ഡിസൈൻ ഒന്ന് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സൂചിനെ ഈ ഒരു ത്രെഡിൽ നിന്ന് ഊരി മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഊരി മാറ്റുന്നില്ല. ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കുത്തി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 നീഡിൽ എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ത്രെഡിലേക്ക് കൗച്ചിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡ് കളർ ത്രെഡാണ് 3 ഇഴയിൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എൻഡിലേക്ക് കെട്ടിട്ടെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത പോലെ തന്നെ ഈ ഒരു 6 ഇഴ നൂലിനെ നമ്മുടെ ഈ ഒരു 3 ഇഴ നൂല് കൊണ്ട് കൗച്ച് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും ഒരല്പം ഡിസ്റ്റൻസ് വിട്ട ശേഷം സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. ഒരു ലൈനിനോട് ചേർന്ന് തന്നെ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു 6 ഇഴ നൂലിൻ്റെ അതേ വണ്ണത്തിൽ സൂചിനെ വീണ്ടും അടിയിലേക്ക് കുത്തിയിറക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മൾ കൗച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് വീണ്ടും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. വീണ്ടും 6 ഇഴ നൂലിൻ്റെ അതേ വണ്ണത്തിൽ അടിയിലേക്ക് കുത്തിയിറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവണ ഇങ്ങനെ ഒന്ന് കൗച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ 6 ഇഴ നൂല് അല്പം ഒന്ന് ലൂസായിട്ടുണ്ട്. അതങ്ങനെ വരുമ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് വലിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും കൗച്ചിങ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൗച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അടുപ്പിച്ച് ചെയ്യാണ്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക. ഒരു നിശ്ചിത അകലം വിട്ട് തന്നെ എപ്പോഴും കൗച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ഡൗട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ ഡിസൈനും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 6 ഇഴ നൂലിനെ മുകളിലേക്ക് കുത്തിയെടുത്ത ശേഷം ഇതുപോലെ ഒരു എൻഡിലേക്ക് കുത്തി ഇറക്കുകയാണെങ്കിൽ ചില സമയത്ത് നമ്മൾ കൗച്ച് ചെയ്ത് വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് കുറച്ചധികം ഡൗട്ടുകൾ വരാൻ സാധ്യതയുള്ളൊരു സ്റ്റിച്ചാണിത്. പക്ഷേ നിങ്ങളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ 6 ഇഴ നൂല് കുത്തി ഇറക്കിയതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആ ഒരു ത്രെഡ് അവിടെ നിന്നും ഊരി മാറ്റിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ നിങ്ങളത് കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 6 ഇഴ നൂലിനെ കട്ട് ചെയ്യാണ്ട് അടിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതായത് 3 ഇഴ നൂല് വെച്ച് കൗച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നൂല് ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ട് പോകാണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പെട്ട് പോകാത്ത രീതിയിൽ നമ്മുടെ 6 ഇഴ നൂലിനെ ഒന്ന് ഒതുക്കി വെച്ച ശേഷം നിങ്ങൾ 3 ഇഴ നൂല് വെച്ച് കൗച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് വരെയും ഒന്ന് കൗച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു 6 ഇഴ നൂലിൽ എവിടെയെങ്കിലും ലൂസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾക്കിത് ഈ ഒരു അടിയിലുള്ള ഈ ഒരു 6 ഇഴ നൂല് വലിച്ചിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ മോട്ടിഫിൻ്റെ അടിവശം എടുത്തിട്ട് ആദ്യം നമ്മൾ 3 ഇഴ നൂലിനെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ്. അടുത്തത് നമ്മൾ ഈ ഒരു 6 ഇഴ നൂലിനെയും ഈ ഒരു ഭാഗത്തേക്ക് കെട്ടിട്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഈ ഒരു ഭാഗം നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ്.
അപ്പോൾ അതിനായിട്ട് നമ്മുടെ 6 ഇഴ നൂലിനെ വീണ്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ലൈൻ എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സൂചിനെ ഈ ഒരു ഭാഗത്തേക്ക് കുത്തി ഇറക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ സെയിം മെത്തേഡിൽ കൗച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെയും നമ്മൾ ഈ ഒരു 6 ഇഴ നൂലിനെ കറക്റ്റായിട്ടൊന്ന് വലിച്ച് ഈ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അടിവശം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു 3 ഇഴ നൂലിനെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ്. അതിനുശേഷം 6 ഇഴ നൂലിനെയും കെട്ടിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും 6 ഇഴ നൂലിനെ മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ലൈൻ എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു 6 ഇഴ നൂലിനെ കുത്തിയിറക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുവരെയും ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡിൽ 3 ഇഴ നൂല് വെച്ച് കൗച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു ഡിസൈൻ മുഴുവനായിട്ടും നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മോട്ടിഫിൻ്റെ അടിവശം എടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ 6 ഇഴ നൂല് ആ ഒരു സ്റ്റാർട്ടിങ്ങിലും എൻഡിങ് പോയിൻറ്റിലും മാത്രമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം അടിവശം ഇട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അയൺ ചെയ്തെടുത്ത ശേഷം ഈ ഒരു മോട്ടിഫിൻ്റെ 4 സൈഡും 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് എടുത്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു A4 ഷീറ്റിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനും ചെയ്തിരിക്കുന്നത് വളരെ ചെറുതായിട്ട് തന്നെയാണ് നമ്മുടെ മോട്ടിഫിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ വലിയ പിക്ചേഴ്സ് നമ്മുടെ മോട്ടിഫ് നിറയുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഈ ഒരു ഡിസൈനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡിസൈൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് വെച്ച് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു 80% നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ ചെയ്തിട്ട് ബാക്കി നമുക്ക് മറ്റ് സ്റ്റിച്ചസും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു മൗത്തിൻ്റെ ഭാഗമാണെങ്കിലും കണ്ണിൻ്റെ ഭാഗമാണെങ്കിലും ഈ ഒരു ഭാഗമാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും ഞാൻ നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് വെച്ച് തന്നെയാണ് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഭാഗത്തേക്ക് പോലും വളരെ എളുപ്പത്തിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വർക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.